കുറച്ച് സീ മാറ്റും മലയാളം ഇൻഡസ്ട്രിയുടെ. 2024 എന്ന വർഷം മലയാള സിനിമയുടെ ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു. ഇന്ത്യൻ സിനിമ മലയാള സിനിമയിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് ഉറ്റുനോക്കിയ വർഷമായിരുന്നു 2024. is the year of Malayalam cinema. കോവിഡ് ആൻഡ് പോസ്റ്റ് കോവിഡ് സമയത്തുണ്ടായ OTT വിപ്ലവം തൊട്ട് മറ്റ് സിനിമാ മേഖല മലയാള സിനിമയെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും 2024 ഇറങ്ങിയ പല സിനിമകളും ആഗോളതലത്തിൽ തന്നെ വളരെ വലിയ ചർച്ചകൾ ഉണ്ടാക്കി. ഈ വർഷത്തെ മോസ്റ്റ് സെർച്ച്ഡ് ഇന്ത്യൻ മൂവീസിന്റെ ഗൂഗിൾ പുറത്തുവിട്ട ലിസ്റ്റിൽ ടോപ്പ് 10-ൽ 2 മലയാള സിനിമകൾ ഇടം പിടിച്ചത് ഇതിന് വലിയ ഒരു ഉദാഹരണമാണ്. ബോളിവുഡ് സിനിമകളായ സ്ട്രീറ്റ് 2, 12th ഫെയിൽ, ലപ്പാട്ട ലേഡീസ്, തെലുഗു സിനിമകളായ കൽക്കി, ഹനുമാൻ, സലാർ, തമിഴ് സിനിമകളായ മഹാരാജ, ഗോട്ട് തുടങ്ങിയ സിനിമകൾക്കൊപ്പമാണ് മഞ്ഞുമൽ ബോയ്സും ആവേശവും ഗൂഗിൾ പുറത്തുവിട്ട ടോപ്പ് 10-ൽ 2 മലയാള സിനിമകളായിട്ട് ഇടം പിടിച്ചത്. മലയാള സിനിമയുടെ വാണിജ്യ മേഖലയിലും കളക്ഷനിലും ഒരുപാട് റെക്കോർഡുകൾ 2024 സൃഷ്ടിച്ചു. വേൾഡ് വൈഡ് കളക്ഷനിൽ ഒരുപാട് കാലം ടോപ്പിൽ അനങ്ങാതെ നിന്ന പല സിനിമകളെയും മറികടന്ന് മഞ്ഞുമൽ ബോയ്സും ആവേശവും പ്രേമലവും അജയന്റെ രണ്ടാം മോഷണവും ആടുജീവിതവും എല്ലാം ഇടം പിടിച്ചു. പൊതുവെ മലയാള സിനിമകൾ OTT റിലീസിന് ശേഷമായിരിക്കും മറ്റ് ഭാഷയിൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുക. എന്നാൽ മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിലെ പല തിയേറ്ററുകളിലും ഹൗസ്ഫുള്ളായി തന്നെ ഓടിയിരുന്നു. അതും തമിഴ് ഡബ് ഇല്ലാതെ മലയാളത്തിൽ തന്നെ റിലീസായിട്ട് പോലും. ആവേശവും ആടുജീവിതവും പ്രേമലവും ഒക്കെ സമാന അവസ്ഥ തന്നെയായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് ആഗോളതലത്തിൽ കളക്ട് ചെയ്തിട്ടുള്ള തുക എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നും 72.2 കോടി, തമിഴ്നാട്ടിൽ നിന്നും 53.87 കോടി. ഇതിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു നോൺ തമിഴ് മൂവി തമിഴ്നാട്ടിൽ 50 ക്രോറിന് മുകളിൽ കളക്ട് ചെയ്തു, അതും ഒറിജിനൽ വേർഷനിൽ തന്നെ. കർണാടകയിൽ നിന്നും മഞ്ഞുമൽ ബോയ്സ് കളക്ട് ചെയ്തത് 2.43 കോടി, ആന്ധ്രയിൽ നിന്നും 1.6 കോടി, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 10 കോടി. ആടുജീവിതമാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നും 75.33 കോടി, തമിഴ്നാട്ടിൽ നിന്ന് 8.15 കോടി, കർണാടകയിൽ നിന്ന് 5 കോടി, ആന്ധ്രയിൽ നിന്ന് 2.69 കോടി, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3.43 കോടി. ആവേശവും സെയിം അവസ്ഥ തന്നെയാണ്. കേരളത്തിൽ നിന്ന് 75.4 കോടി, തമിഴ്നാട്ടിൽ നിന്ന് 10 കോടി, കർണാടകയിൽ നിന്ന് 10 കോടി, ആന്ധ്രയിൽ നിന്ന് 1 കോടി, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2.49 കോടി. പ്രേമലു ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് 58.32 കോടി, തമിഴ്നാട്ടിൽ നിന്ന് 4.8 കോടി, കർണാടകയിൽ നിന്ന് 5 കോടി, ആന്ധ്രയിൽ നിന്ന് 12.4 കോടി. ആന്ധ്രയിൽ നിന്ന് ഇത്രയും പ്രേമലു കളക്ട് ചെയ്യാൻ കാരണം സിനിമ തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഹൈദരാബാദ് ബേസ് ആയതുകൊണ്ട് ആന്ധ്രയിൽ നിന്ന് നല്ല കളക്ഷൻ പ്രേമലുവിന് കിട്ടിയിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1.1 കോടി. 2024 പുറത്തിറങ്ങിയ ഏതാണ്ട് 6 സിനിമകളാണ് മലയാളത്തിലെ ടോപ്പ് 10 വേൾഡ് വൈഡ് കളക്ഷൻസിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാം സ്ഥാനം മഞ്ഞുമൽ ബോയ്സ് 239.6 കോടി, മൂന്നാം സ്ഥാനത്ത് ആടുജീവിതം 156.8 കോടി, നാലാം സ്ഥാനത്ത് ആവേശം 154.1 കോടി, അഞ്ചാം സ്ഥാനത്ത് പ്രേമലു 136.8 കോടി, എട്ടാം സ്ഥാനത്ത് അജയന്റെ രണ്ടാം മോഷണം 101.8 കോടി, ഒമ്പതാം സ്ഥാനത്ത് ഗുരുവായൂർ അമ്പല നടയിൽ 90.6 കോടി. ഒരുപാട് ക്രിട്ടിക്കലി എക്ലൈംഡ് ആയിട്ടുള്ളതും അതുപോലെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ളതും ആയ സിനിമകളും 2024 പുറത്തിറങ്ങിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ടവയാണ് ലെവൽ ക്രോസ്, ഉള്ളൊഴുക്ക്, ഗഗനചാരി, ബ്രഹ്മയുഗം, കിഷ്കിന്ധാകാന്ഡം, ആട്ടം തുടങ്ങിയ സിനിമകൾ. മലയാള സിനിമയുടെ വേഴ്സറ്റാലിറ്റി നമുക്ക് ഇതിൽ നിന്നും കാണാൻ സാധിക്കും. കാരണം ആവേശവും അജയന്റെ രണ്ടാം മോഷണവും മഞ്ഞുമൽ ബോയ്സും പോലുള്ള തിയേറ്ററിക്കൽ സ്റ്റഫായുള്ള സിനിമകൾക്കൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മലയാള സിനിമകളും വലിയ പ്രേക്ഷക പ്രീതി നേടുന്നുണ്ട്. ഇത് മലയാള സിനിമയുടെ ആശയ സന്തുലിതാവസ്ഥയ്ക്കും വ്യത്യസ്ത ജോണറൈസ് പരീക്ഷിക്കാനും വരും വർഷങ്ങളിൽ ആക്കം കൂട്ടും. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 പുറത്തിറങ്ങിയ ഒരു മികച്ച സയൻസ് ഫിക്ഷൻ സിനിമയാണ് ഗഗനചാരി. ഒരു മോക്യുമെന്ററി രൂപത്തിലാണ് ഡയറക്ടറായ അരുൺ ചന്തു ഗഗനചാരി കൺസീവ് ചെയ്തിരിക്കുന്നത്. 2050 ഒരു ഡിസ്റ്റോപ്പിയൻ വേർഷനിലുള്ള കേരളത്തിൽ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന 3 പേർക്കിടയിലേക്ക് ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ഫീമെയിൽ ഏലിയൻ വരുന്ന പ്ലോട്ട് വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഈ വർഷം ഇറങ്ങിയ പല മൈൻഡ് ബ്ലോയിങ് ത്രില്ലർ മൂവീസും വളരെ വലിയ വിജയങ്ങൾ ആയിരുന്നു. ആട്ടം മുതൽ സൂക്ഷ്മദർശിനി വരെ എത്തി നിൽക്കുന്നു. കിഷ്കിന്ധാകാന്ഡം, തലവൻ, ബോഗൻവില്ല, ലെവൽ ക്രോസ് തുടങ്ങിയവയൊക്കെ 2024 മികച്ച വ്യത്യസ്തങ്ങളായ ത്രില്ലേഴ്സ് ആയിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടെ ഹൈപ്പിൽ വന്ന് ഫ്ലോപ്പായ ചുരുക്കം ചില സിനിമകളും 2024 സംഭവിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മലൈക്കോട്ടെ വാലിബൻ. മോഹൻലാൽ, ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമയ്ക്ക് വളരെയധികം ഹൈപ്പായിരുന്നു റിലീസിന് മുന്നേ ഉണ്ടായിരുന്നത്. എന്നാൽ സിനിമ വേണ്ടത്ര വിജയം കൈവരിച്ചില്ല. ടൊവിനോ, ലാൽ ജൂനിയർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ നടികർ എന്ന സിനിമയ്ക്കും യാതൊരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചില്ല. മലയാളി ഫ്രം ഇന്ത്യ, തങ്കമണി, ടർബോ തുടങ്ങിയ സിനിമകൾക്കും ഹൈപ്പിനനുസരിച്ച് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. 2024 അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഒരുപിടി പ്രതീക്ഷയുള്ള റിലീസുകൾ ബാക്കിയാണ്. റൈഫിൾ ക്ലബ്ബ്, മാർക്കോ, ബറോസ് ഇവയെല്ലാം ക്രിസ്മസ് റിലീസുകളായി ഉടനെ തന്നെ തിയേറ്ററുകളിൽ എത്തും. മാർക്കോ ഈ വർഷത്തെ തന്നെ ഏറ്റവും ഹൈപ്പുള്ള മൂവീസിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്.
മോസ്റ്റ് വയലന്റ് മൂവി ഇൻ മലയാളം ഹിസ്റ്ററി എന്നാണ് അവകാശവാദം. 25-ന് തിയേറ്ററിൽ വെച്ച് തന്നെ അറിയാം നമുക്ക് മാർക്കോയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത്. ലാലേട്ടൻ്റെ ഇത്രയും കാലത്തെ അഭിനയ ജീവിതത്തിൽ ആദ്യത്തെ സംവിധാന സംരംഭമായി പുറത്തിറങ്ങുന്ന ബറോസിലും ഒരുപാട് പ്രതീക്ഷകളാണ് പ്രേക്ഷകർക്കുള്ളത്. സോ മലയാള സിനിമയുടെ സീൻ മാറ്റിയ 2024-ൻ്റെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.